ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഹാർഡ് കോർ തുടങ്ങിയിട്ട് അതിൽ നമ്മൾ ഉണ്ടായിരുന്നു. അപ്പം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങണമെന്ന്. അപ്പം നമ്മൾ ഒരു ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒറ്റക്കല്ല, എൻ്റെ അനിയനും കൂടി ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ അനിയൻ അനിയൻ ഹൗ ആർ യു? ഇങ്ങോട്ട് നോക്കൂ എങ്ങനെയുണ്ട്? വൈബല്ലേ? ഇനി മുതൽ ഈ ലെറ്റ്സ് പ്ലേ സീരീസ് ഞാൻ ഒറ്റക്കാവില്ല, എൻ്റെ കൂടെ എൻ്റെ അനിയനും കൂടി ഉണ്ടാവും. ഇതൊരു ഡുവോ ലെറ്റ്സ് പ്ലേ സീരീസാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ നമുക്ക് ഈ വേൾഡിലെ ആദ്യത്തെ മരങ്ങൾ മുറിക്കാം. അനിയൻ പിന്നെ പ്രോ പ്ലെയറാണ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ മരം മുറിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അത് തന്നെ ഞാൻ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇട്ടുണ്ടാക്കിയ പിന്നെ ഞാൻ ഉണ്ടാക്കി സാറില്ല. ഒരു സ്റ്റിക്ക് ഉണ്ടാക്കി ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. നമുക്ക് കുറച്ച് സ്റ്റോൺ എടുക്കാം. ഈ പിക്കാക്സ് പൊട്ടണ വരെ ഞാൻ സ്റ്റോൺ എടുക്കും. മതി ഇനി ഇങ്ങോട്ട് പോയോ? ഇതെന്താ ഇവിടെ കുഴിച്ചാണ്? ഓക്കെ, നമ്മൾ ആവശ്യത്തിലധികം സ്റ്റോണ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ ബേസ് പോലെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ബേസ് എവിടെ സെറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് ഈ പുഴയുടെ അടുത്തൊക്കെ ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാം. ഈ മരമൊക്കെ മുറിച്ചിട്ട് ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്ന ഒരു ടെമ്പററി ബേസാണ്, അതായത് ഒരു സ്റ്റാർട്ടർ ബേസ്. അത് കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഒരു അടിപൊളി ബേസ് സെറ്റ് ചെയ്യണതാവും. ഇപ്പം നമുക്കൊരു ടെമ്പററി ബേസ് സെറ്റ് ചെയ്യാം, കാരണം നൈറ്റ് ആവുകയാണ്. ഇപ്പം നമുക്ക് മോൺസ്റ്റേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ ഒരു സേഫായി നിൽക്കാൻ വേണ്ടിയിട്ടൊരു ടെമ്പററി ബേസ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് സെറ്റ് ചെയ്യാം. ഒരു പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ടെമ്പററി ആണ്, അതുകൊണ്ട് ഒരു പെട്ടിക്കൂട് മതി. എന്തോ ഒരു പേടി. ഓൻ ക്രീപ്പറായിട്ട് തന്നെ ഫസ്റ്റ് വടിയുണ്ട്. നമ്മൾ വടിയാവണതിൻ്റെ മുമ്പേ ഫുൾ സേഫ് ആൻഡ് സെക്യൂർ ആവണം. തൽക്കാലം നമുക്ക് ഇവിടെ ഡേർട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അത് പോലടാ, ഇതവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്. എൻ്റെ കുറേ സ്റ്റോൺ ഉണ്ടായിരുന്നല്ലോ. അതല്ലേ ഞാൻ ഇവിടെ വെച്ച്. ഒരു വിക്കാച്ച് ഉണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഈ സ്റ്റോൺ ഫുൾ എടുത്തിട്ട് നമുക്ക് തരാം. പുറത്തേക്ക് പോലടാ. അയ്യോ കുട്ടി, അയ്യോ ചത്തി. എടാ അടിക്കടാ, അടിക്കടാ. അന്നല്ല, പോടാ. ഞാൻ ചത്ത്. അയ്യോ, അവിടെ ഒരു ബോണസ് ടെസ്റ്റ് ഉണ്ട്. ഞാൻ ബോണസ് ടെസ്റ്റ് ഓണാക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്ന്. എൻ്റെ ഐറ്റംസ് ആക്സൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. മാറി ഈ പെട്ടി എടുക്കലേ. കയ്യിലത്തെ ഐറ്റംസാണ്. ഓക്കെ, നമ്മുടെ താൽക്കാലിക വീടിൻ്റെ അടുത്തേക്ക് പോവാം. അയ്യോ, വരുന്ന ഞാൻ പോടാ. ഇനി ഇവിടെ അടക്ക്. എന്തെങ്കിലും ബ്ലോക്ക് വെച്ച് അടക്കടാ. നല്ല മരം അടക്ക്. ഇനി ആ ചെസ്റ്റ് ഇവിടെ വെച്ചാ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അടുത്ത് വെച്ചോ. ഓക്കെ, ഇനി ഒരു ടോർച്ച് ഇവിടെ വെക്ക്. ഓക്കെ, ഞാൻ ഐറ്റംസൊക്കെ ചെസ്റ്റ് വെച്ചാ. തൽക്കാലം ഒരു ഫർണസ് ഉണ്ടാക്കാം. ഇനി ഐറ്റംസൊക്കെ കൊടുത്താ. ഇതിങ്ങനെ തന്നെ ഇവിടെ വരുന്നേ. അയ്യോ, ഇതിങ്ങനെ സ്റ്റോണായി. ഞാൻ ഇവിടെ ഫർണസിൽ വെച്ച്. നീ ഫുഡ് എടുത്ത് ഇതിൽ വെക്കാം. ഇത് പൊട്ടിക്കല്ലടാ. സാറില്ല, ഈ കുറച്ച് മരം എടുത്ത് ഇവിടെ ഒരു ഡോറ് തൽക്കാലം ഉണ്ടാക്കി വെക്കാം. അയ്യോ എടാ, പോണ്ട. ഡാമേജ് അടിക്കും. അവരടിക്ക്. മാക്സായിട്ട് അടിച്ച് അത് പൊട്ടിച്ചാൽ ഞാൻ ഇവിടെ അപ്പം തന്നെ ഡോർ വെക്കാം. അയ്യോ തുറന്ന്. എടാ അയ്യോ, ജസ്റ്റിസ്. സാരില്ല, ഇതിങ്ങോട്ട് വന്ന് ഇവനെ അടിച്ചു വന്നു. കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ. ഒരു സോഡ്, ഒരു ആക്സ്, ഒരു പിക്കാക്സ്, ഒരു ഷവല്. ഡോർ തുറന്നാൽ ഇവൻ അടിക്കും. തുറന്നുണ്ട്. വായ ഇവിടെ സേഫാണ്. വാ
പിന്നെയും ചത്ത്. അതോ ഇന്ന ട്രൈഡൻ്റ് ആയിട്ട് വന്നടിച്ച് അങ്ങോട്ട് പോയില്ല. അവിടെ എൻ്റെ ഐറ്റംസ് ഉണ്ട്. ഇന്നടിക്കല്ലേ. അയ്യോ ചത്ത്. പച്ചാവും പച്ചാവും പച്ചാവും. ഇതന്നെ തൽക്കാലം ഇതിടാം. അയ്യോ സ്കെൽട്ടൻ എൻ്റെ സോഡ് എടുത്ത്. ഇവനടിക്കുമ്പനെ എന്നെ ക്രീപ്പർ അടിച്ചില്ലേ. എടാ വെള്ളത്തിൽ ഹെൽമെറ്റ് എന്തോ ഉണ്ട്. അത് കിട്ടൂല. അടുത്ത എപ്പിസോഡിൽ എന്തായാലും നമ്മളൊരു അടിപൊളി വീട് തന്നെ ഉണ്ടാക്കുക. ഒരു ഡുവോ ഹൗസ് ആവും ഉണ്ടാക്കുക. അത് രണ്ടാൾ കൂടിയിട്ടുള്ളൊരു വീട്. അവിടെ ഒരു വലിയ കേവൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് അയം കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊരു അയൺ ആർമർ ഉണ്ട് ഉണ്ടാക്കാൻ. അവിടെ എന്തായാലും വില്ലേജ് കിട്ടൂല മനസ്സിലായി. അവിടെ ഇവിടെ ഒരു കേവ് ഉണ്ട്, വലിയൊരു കേവ് ഉണ്ട്. ഇങ്ങോട്ടും ആയോ? ഓക്കെ പാടാ. ഒറ്റയ്ക്കിരുന്ന് അടിപൊളി ഭേദം ഒരുമിച്ചിരുന്ന് അടി അടിക്കണല്ലേ. അയ്യോ കുട്ടി അയ്യോ. ടാ ഇനി ഞാൻ അങ്ങനെ ഇവിടുന്ന് പോകും. എന്തായാലും ഇപ്പോൾ വന്നല്ലേ, ഇത് ചെറുതായിട്ടൊരു കൗ ഫാം ഉണ്ടാക്കാം. കൗ ഫാം തന്നെ വേണമെന്നില്ല, ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാം. എന്തപ്പോൾ ഞാൻ ചെയ്യാം? ഇപ്പോൾ ഇവിടെ വീട് പണി തുടങ്ങി. എടാ ഇപ്പം തന്നെ തുടങ്ങല്ലടാ. വീട് ഞാൻ വേറെ നോക്കിയിട്ടുണ്ട്, അതുപോലെ ഉണ്ടാക്കാനാണ്. ടീമാരൊക്കെ ഇവിടെ വല്ല ഷീപ്പ് സ്പോണാവുണ്ടോ നോക്കിക്കൂടെ? ചേച്ചി ഇവിടെയുള്ള മരക്ക് മുറിക്കുക, എന്നിട്ടൊരു ബോട്ട് ഉണ്ടാക്കുക. നമുക്ക് ഇവിടുന്ന് പോവാ, വേറെ സ്ഥലത്ത് പോവാ. ഈ സ്ഥലം തീരെ ശരിയല്ല. ആദ്യം ഇവിടെ ഒക്കെ ഒന്ന് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്തോക്കട്ടെ. എടാ ഇവിടെ ഒരു വേറെ ബയോമുണ്ട്, ഡാർക്ക് ഓക്ക് ബയോം. ഉണ്ടാക്കിയാ ഞാൻ അങ്ങോട്ട് വരാം. ഇന്നടിക്കല്ലേ ഞാൻ ഡോറടക്ക്. ഐറ്റംസൊക്കെ കൊടുക്കും. നമുക്ക് ഇവിടുന്ന് പോവല്ലേ? ഓർമ്മക്കായി ഈ വീട് ഇവിടെ ഇരുന്നോട്ടല്ലേ. എപ്പോഴെങ്കിലും നമ്മൾ ബെഡില്ലാതെ ചത്തിട്ട് ഈ ഭാഗത്ത് സ്പോണായ ഇത് നമുക്കൊരു സേഫായിട്ട് ഇരുന്നോട്ടെ. കയറിയില്ലേ? പറയറ്റു. ആ ഷുഗർ കെയിനെ കൊടുത്താലോ? ഈ ഷുഗർ കെയിനെ കൊടുത്തോ പൊട്ടിക്ക്. ഓക്കെ നമ്മളൊരു പ്ലെയിൻസിലെത്തിണ്ട്. പക്ഷെ ഇപ്പം അങ്ങോട്ട് കയറിയാൽ സേഫല്ല. ചത്തിട്ട് പിന്നെ നമ്മൾ സ്പോണിൻ്റെ അവിടെ എത്തും. പിന്നെ നമുക്ക് കുറച്ച് സേഫായിട്ട് കയറാം. മഴ നിന്നിട്ട ആ ഐലൻഡിൽ ആരും ഇല്ലെങ്കിൽ നമ്മൾ സേഫാണ്. ആരുമില്ല. സ്പൈഡറിന് വന്ന സ്ട്രിങ് കിട്ടും. സ്ട്രിങ് ആയിട്ട് നമുക്ക് വോൾ ഉണ്ടാക്കാൻ പറ്റും. അവിടെ ഒരു സ്പൈഡർ ഉണ്ട്. അതിവിടെ ഒന്ന് ടോർച്ച് വെച്ച് ലൈറ്റ് ചെയ്യട്ടെ. ആ വരുന്നതിൻ്റെ പിന്നാലെ വേഗം വിട്ടോ. അവിടെ നിന്ന് ഓട്. ആ ബോട്ടിൽ കയറ്. ഓക്കെ ഒക്കെ കയറി വരുന്നു. അടിക്ക്. ഓ ചത്ത്. ഓക്കെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറേ യുദ്ധങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഓക്കെ ബൈ.